രാധേ, ഞാൻ അഭിഷേകത്തിന് കയറുക. അവലും മലരും പഴമൊക്കെ ഒരുക്കി വെക്കുക. ആ കുട്ടികൾ ഇപ്പൊ ഇങ്ങെത്തും. പിന്നൊരു ബഹള. രാമ, ആ കൊച്ചുട്ടി ഒന്ന് വിളിക്കുക. എവിടെ പോയി കിടക്കണു ഈ പെണ്ണ്? കൊച്ചുട്ടി, കൊച്ചുട്ടി. വയ്യാത്തോടത്ത് ഇത്ര നേരത്തെ എണീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കണോ അമ്മയ്ക്ക്? വൈദ്യരെന്താ പറഞ്ഞത്? ശരിയല്ലേ അവള് പറഞ്ഞത്? ഉച്ചപൂജക്ക് തൊഴുതാ പോരാർന്നോ? എന്നും ഇല്ലല്ലോ. തേവരുടെ വിശേഷ ദിവസമായിട്ട് കുളിക്കാണ്ടിയും തൊഴാണ്ടി ഷാർത്തി ഇരിക്കാൻ ഒക്കുവോ? കൃഷ്ണ കൃഷ്ണ. രാധേ, ഇവര് ഒരു 7 ദിവസം ഭജന ഇരിക്കാൻ വന്നതാ. അപ്പൊ താമസം ഷാരത്തേർപ്പടക്കല്ലേ? അതിനെന്താ, ഇവരെ ഷാരത്തേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോട്ടെ. ഞാൻ ഉടനെ അമ്മയും കൂട്ടി വരാം. എന്നാ പോവാം. തൊഴുതിട്ട് വരാം. ഓ, വരൂ. കുട്ടികളില്ല. വറതിരുമ്പലും വേലം പ്രവൃത്തിയും ഒക്കെ നടത്തിയതാ. ഒഴിഞ്ഞു പോണില്ല. പ്രശ്നത്തിലൊന്നും കണ്ടില്ലേ? ഉവ്വ്. കോടമന നമ്പൂരി അടുത്ത് ചെന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. തറവാട്ടില് ചെറുപ്രായത്തിലൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടത്രേ. അതിന്റെ ഉപദ്രവാ. ഒരാഴ്ച ഇവിടെ വന്ന് ഭജന ഇരുന്നിട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. ചോറിടട്ടെ? മതി, ധാരാളായി. അല്പം പാൽപ്പായസം കൂടി ആവാം. പ്രസാദ, നിങ്ങൾ ഇരിക്കെ, ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വരാം. അമ്മേ, ഇവർക്ക് എന്താ വേണ്ടച്ചാ കൊടുക്കണം. ഞാൻ ഇറങ്ങാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ വരാം. നടന്ന് ക്ഷീണിച്ചതല്ലേ, കാലത്ത് പോവാം. അത് വിഷമാണ്. വീട്ടിലാരുമില്ല, ചെറിയ കുട്ടികളാ. അയൽവക്കക്കാരെ കൊണ്ടാണെങ്കിൽ ഒരു സഹായവും ഇല്ല. മകളെവിടെ? യാത്ര പറഞ്ഞില്ല. നടന്നോളൂ, പശുവിനെ കഴുകുന്നുണ്ടാവും. അങ്ങോട്ട് നീങ്ങി നിക്ക്. അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. ചെലവിനുള്ള വക അവരുടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വാങ്ങിക്കോളൂ, മടിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ. ഇത്ര തിടുക്കത്തിലോ? ആമാന്തം വിചാരിച്ച ഇന്നങ്ങ് എത്തില്ല. ഇടക്ക് ചെറിയ ഇളക്കം വരും. ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും ഒരു ശ്രദ്ധ വേണം. വിഷമിക്കണ്ട, പോയി വരൂ. എനിക്കിതൊക്കെ ഇപ്പൊ ഒരു ശീല. രണ്ടു 3 മാസം വയറ്റിലുണ്ടായിരുന്നു. തൊട്ടിയില് വെള്ളവുമായി കക്കൂസിലേക്ക് പോയതാ. ഞാൻ അടുക്കളയിലായിരുന്നു. നിലവിളി കേട്ടോണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോ നിലത്ത് വീണ് കിടക്കുന്നു. തൊട്ടിയിലെ വെള്ളം അവിടെ എല്ലാം ഓളം തല്ലുന്നു. മുറിവ് വല്ലതും പറ്റിയോ? മുറിവൊന്നും പറ്റിയില്ല. എന്നാലും ഇരിക്ക കുത്താലിയല്ലേ വീണത്. ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇറയത്തെ കട്ടിലേക്കെടുത്തി. പിന്നീടാ വേദന തുടങ്ങിയത്. വയറ്റിലല്ല, നടുവിനാന്നാ പറഞ്ഞത്. പൊളിയണ പോലെ. ആശുപത്രി കൊണ്ടുപോയില്ലേ? ഉവ്വ്. പോണ വഴിക്ക് തന്നെ രക്തം പോക്ക് തുടങ്ങി. ആശുപത്രിയിൽ പിന്നെ ഒന്നും ഓർമ്മയില്ലാത്രേ. ഏതായാലും ആയുസിന് കുഴപ്പമൊന്നും വന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. അതാ ഞങ്ങളുടെയും സമാധാനം. കുളിച്ച് അമ്പലത്തിലേക്ക് പൊക്കോളൂ. എനിക്ക് ഈ പാല് സംഘത്തിൽ കൊടുക്കണം. ഞാൻ എത്തിക്കൊള്ളാം.
വെള്ളം ചേർക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഗോപാലപ്പാപ്പയുടെ പാല് വേണ്ട. ദൈവദോഷം പറയരുത്. ഞാൻ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങളുടെ പശു ധാരാളം വെള്ളം കുടിക്കും. അതുകൊണ്ടായിരിക്കും കൊഴുപ്പ് കുറവ്. വെള്ളം ചേർത്ത പാല് ഇരുന്നും പോരാ, പിന്നെ താൻ പറയുന്ന നുണയും ഞാൻ കേൾക്കണം. വെള്ളമൊഴിച്ച പാല് കണ്ടുപിടിക്കാനാ ഈ യന്ത്രം. ദേ ഈ പാല് നോക്ക്, ഒരു തുള്ളി വെള്ളം കാണില്ല. എന്താ ഒരു ശബ്ദം കേട്ടത്? ആരോ നിലവിളിക്കണ മാതിരി. മോളെ ഞാൻ നോക്കി വരാം. ആ, മോളെ ശാരദേ, തല ചുറ്റി വീണതാ. എഴുന്നേക്ക് മോളെ. ഞാനൊന്ന് മുങ്ങിയിട്ട് വരാം. കുറച്ച് തീർച്ചയായും കളിച്ച് നോക്കാം. പിടിച്ചോളൂ. രാത്രി സൂക്ഷിക്കണം. സ്ത്രീകൾ തനിച്ചല്ലേ ഉള്ളൂ. ഓ, ഒന്നും ഉണ്ടാവില്ല. യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. ഒന്നുമല്ല, കണ്ടതായിരുന്നു. കാളി പറയണ പോലെ തീർത്ഥം ദേഹത്ത് വീണപ്പോഴല്ലേ ഒന്ന് അമർന്നത്. കൊച്ചുട്ടി നേരിട്ട് കണ്ടോ? ഞാൻ കണ്ടില്ല, ആശാൻ പറയണ കേട്ടു. ഇതാ നേദ്യം. ആ കുട്ടി ഷാരത്തേക്ക് പോയോ? ഉവ്വ്. ആ, എന്താ ശാരദേ, ഉറക്കം വരുന്നില്ലേ? ഞാൻ ഈ മുറി കിടന്നോട്ടെ? പിന്നെന്താ, ആ മുറി ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാം. കിടന്നോളൂ, എനിക്കൊരു കൂട്ടായല്ലോ. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. പേടിക്കണ്ട, ഉറങ്ങിക്കോളൂ. ഞാൻ അടുത്തില്ലേ. ദേഹത്തൂടെ എന്തോ അരിച്ചു നടക്കണമെന്നതിൽ തോന്നിയിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. മുറിയിലെ വിളക്ക് തെളിച്ച് വീണ്ടും ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം പിടിച്ചു തുടങ്ങിയപ്പോൾ എന്തോ മൂളി പറന്നു വന്ന് എൻ്റെ വയറ്റത്തിരുന്നു. ഞാൻ എണീറ്റിരുന്നു. എൻ്റെ വയറ്റിലൂടെ രക്തം ഒഴുകുന്നു. നിലവിളിച്ചുകൊണ്ട് ഞാൻ വാതിൽക്കലേക്ക് ഓടി. സാക്ഷ്യം നീക്കി ഞാൻ വാതിൽ വലിച്ചു തുറന്നു. പക്ഷെ തുറക്കുന്നില്ല. ദയവ് ചെയ്തതും തുറന്നു തരൂ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഞാൻ ആ മുറിയിലൂടെ ഓടി നടന്നു. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്നത്തേന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നാൽ നിലവിളിച്ചുകൊണ്ട് ഞാൻ ഞെട്ടി ഉണരും. ഇന്നിനി പേടിക്കാനൊന്നുമില്ലല്ലോ. കൂട്ടിന് ഞാനില്ലേ. എന്നെ തനിച്ചാക്കിയിട്ട് ചേച്ചി പോവോ? ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത ആളില്ലെങ്കിൽ എനിക്ക് പേടിയാവും. ഇല്ല, ഞാനെങ്ങും പോവില്ല. ശാരദയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഈ ചിങ്ങം വന്നാൽ 3 കൊല്ലം കഴിയും. സൗദിയില. അറിയിച്ചിട്ടും വന്നില്ല. ലീവ് കിട്ടില്ലാത്രേ. കൂടെ പൊയ്ക്കൂടെ? പറ്റില്ല എന്നാ പറയണത്. ഒക്കെ ശരിയാവും ശാരദേ. ഇപ്പൊ കിടന്നുറങ്ങൂ. രാവിലെ ഞാൻ എണീക്കുമ്പോ വിളിക്കാട്ടോ. എന്നിട്ട് നമുക്ക് കുളത്തിൽ പോയി കുളിക്കണം. ദേവരെ മനസ്സിൽ വിചാരിച്ച് കിടന്നോളൂ. പേടിയുണ്ടാവില്ല.
രാവിലെ എഴുന്നേറ്റ് കുളിച്ചു അല്ലേ? ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയാ? ഉം. ആ ഈ പാലൊന്ന് പൂജിച്ചു തരൂ, സംഘത്തിൽ കൊടുക്കണം. ആ വലിയമ്പലത്തിൽ ഇരുന്നോളൂ. ഭജനയിരിക്കാൻ വന്ന പെണ്ണ് പോയോ? ആ, അവരിന്നലെ പോയി. അവളുടെ കാര്യം ഓർത്താ വലിയ കഷ്ടാണ്. പാവം പെണ്ണ്. അതെ അതെ, പാവം പെണ്ണ്, പൂച്ച പാല് കുടിക്കണ പോലെ. എന്തൊക്കെയാ ഓരോരുത്തർ പറയണമെന്നറിയോ? നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അമ്പലത്തിലായിരുന്നെന്നാ കേൾവി. രാധക്കുട്ടി ഇതൊന്നും കേട്ടില്ലേ? വിഷാരത്ത് ആരും വന്ന് ഞാൻ കണ്ടില്ല. എന്നോടൊട്ട് ആരും ഒന്നും പറഞ്ഞൂല്ല. വിഷാരത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. പിന്നെ രാധക്കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനൊന്നും പറയണില്ല. എന്ത് തോന്നിയസാ നിങ്ങൾ ഈ പറയണേ? അതൊരു സുഖമില്ലാത്ത കുട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കം വരും. നല്ല ഇളക്കാത്. അതുകൊണ്ടായിരിക്കും കണ്ട ചെറുപ്പക്കാരിയൊക്കെ കണ്ണുകാട്ടി വിളിക്കണത്. രാധക്കുട്ടി ഒരു പാവാ, അതാ ഒന്നും മനസ്സിലാകാത്തത്. വല്ലവരും പറയണതല്ലേ മീനാക്ഷിക്ക് അറിയൂ? ഞാൻ അതിന്റെ കൂടെ 6 ദിവസം അന്തി ഉറങ്ങിയതാ. ആദ്യത്തെ തലസിൽ പോയേ പിന്നെയായി അസുഖം. ഭർത്താവ് പേർഷ്യയിലാ, കുട്ടികളും ഇല്ല. പറയണതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ആളുകൾ പറയണേലും സത്യം കാണും. മേവിടത്തെ ഗോപിക്കുട്ടന്റെ കെട്ടിയവളുടെ കഥ കേട്ടുവോ? ആ സംഘത്തിലെ ചെറുപ്പക്കാരന്റെ കൂടെ താഴെപ്പറമ്പിൽ അവളെ കണ്ടവരുണ്ട്. പാല് വാങ്ങാൻ വന്നവൾ എന്തിനാ അവിടെ പോയത്? ആവോ, എനിക്കറിയില്ല. ഓ, ഞാനൊരു കാര്യം മറന്നു. നല്ലേട്ടൻ മണിക്കുട്ടൻ വന്നിട്ടുണ്ട്. രാധക്കുട്ടി കണ്ടോ? ഇല്ല. രാധക്കുട്ടിയെ കാണണമെന്നും പറഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പിഷാരത്ത് വരും. മണിക്കുട്ടൻ തന്നതാ. രാധക്കുട്ടിക്ക് വായിക്കണോ? നല്ല രസമുണ്ട്, വായിച്ചു നോക്ക്. ഓ, എനിക്കിതൊക്കെ വായിക്കാൻ എവിടെയാ നേരം? ഇങ്ങനെ സദാസമയവും അമ്പലത്തിൽ കിടന്നോ? മൂത്ത് നരച്ചാ പിന്നെ ആരും വരില്ലെന്ന് ഓർത്തോളണം. അല്ലെങ്കിൽ ആര് വരാനാ മീനാക്ഷി? അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോയാ പിന്നെ എന്റെ തേവർക്ക് മാല കെട്ടണതാരാ? എനിക്ക് ഈ അമ്പലം എന്റെ തേവരും മാത്രം മതി. രാധക്കുട്ടിക്ക് നേരില്ലെങ്കിൽ വേണ്ട, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളണം. അയാളുടെ രോമാവൃതമായ മാറിൽ പതഞ്ഞുയരുന്ന സോപ്പ് കുമിളകളിലൂടെ അവളുടെ വിരലുകൾ പജതി നടന്നു. അയാൾ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. വെള്ളിപ്പതം നുരഞ്ഞു പൊങ്ങുന്ന ആ നെഞ്ചിൽ അവൾ മുഖം പൂഴ്ത്തി. ഇതൊക്കെയാണോ വായിക്കണേ? എനിക്ക് കേക്കണ്ട. എന്തൊരു കരച്ചിലായിരുന്നു. ചെവിതല കേൾപ്പിക്കുന്നില്ല. രാധന്ന് അഴിച്ചു കിട്ടാൻ ചെന്നപ്പോ തൊഴുത്തി കിടന്ന് 2 ചാട്ടം. 2 തവണ ചവിട്ടിച്ചതാ, ചേന പിടിക്കുന്നില്ല. എന്റെ മൂരിയെ കൊണ്ട് ചവിട്ടിച്ചവരാരും പിന്നെ പരാതി പറഞ്ഞിട്ടില്ല. ചേന പിടിച്ചില്ലേ, ദേ കാശ്. പക്ഷെ രൊക്കം പണം വേണം. കടം പറയണ പരിപാടി ഇവിടെ ഇല്ല. അതിനിപ്പോ ആരാ കടം പറഞ്ഞത്? റൊക്കം കാശ് കൊടുത്താ കഴിഞ്ഞ തവണ കുട്ടൻ ചാകോന്റെ മൂരിയെ കൊണ്ട് ചവിട്ടിപ്പിച്ചത്. എനിക്കപ്പോഴേ സംശയമായിരുന്നു. അതുപോലൊരു കിടാവ്.
ഒരു ചായ. കടിക്കാൻ വല്ലവും? ഓ വേണ്ട. ഇനിയിപ്പോ അച്ചായന്റെ കാളമൊരുക്കി പണിയില്ലാണ്ടാവും. സൊസൈറ്റിക്കാര് പശുവിനെ കുത്തിവെക്കാൻ ആളെ കൊണ്ടുവരുന്നുണ്ട്. കുത്തിവെച്ച ചെന ഉണ്ടാവുമെങ്കിൽ അങ്ങനെ ആട്ടെ, കാണാലോ. തമാശയല്ല, പറയണ കേട്ടതാ. കുത്തിവെക്കണ പശുവിന് പാല് കൂടുതലാത്രേ. എവിടെല്ലാം അന്വേഷിച്ചു. ഈ മിണ്ടാപ്രാണിയൊക്കെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിന്റെ ശാപം എനിക്കാ. വന്നോന്നറിഞ്ഞു. എവിടെ ആയിരുന്നു ഇത്ര ദിവസം? ആര് പറഞ്ഞു? മീനാക്ഷി ആയിരിക്കും. ഇവിടെ എല്ലാം എല്ലാവരും അറിയും. പേർഷ്യയിലൊക്കെ പോണെന്ന് കേട്ടു. നേരാണോ? ലീവ് കഴിഞ്ഞ് തന്നാലേ അറിയാൻ പറ്റൂ. മിക്കവാറും ശരിയാവും. എത്ര ദിവസത്തേക്കാ അവധി? അവധിയൊക്കെ കഴിഞ്ഞു. തിരുവാതിര കൂടിയിട്ട് പോയാൽ മതി എന്ന് വീട്ടുകാർക്ക് നിർബന്ധം. നാട്ടിലെ തിരുവാതിര കൂടിയിട്ടും കുറെ ആയല്ലോ. അതുകൊണ്ട് ഞാൻ അവധി കിട്ടാൻ കമ്പി കൊടുത്തു. ദേഷ്യം കെട്ടി പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും പഷ്ടത്തങ്ങൾ കാണിക്കാനും ആവും. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ. അതൊക്കെ പിള്ളേർക്ക് വിട്ടുകൊടുത്തു. ഓ, സമയം പോയി. പശുവിനെ കറന്നില്ല. അവർക്ക് കാപ്പി കൊടുക്കണം. ഇപ്പോഴും ഉണ്ടോ ഭജനക്കാര്? ഇടയ്ക്ക് ഓരോരുത്തർ വരും. ഞങ്ങൾക്കും അസൗകര്യമൊന്നുമില്ലല്ലോ. ശാരസാരില്ലേ? അകത്തുണ്ട്. അമ്മ കിടക്കാവും. വരൂ, കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട, പിന്നെ വരാം. കുറച്ചിലായിരിക്കും. ഇവിടുന്ന് പോയാൽ പിന്നെ ആളുകളുടെ സമ്പ്രദായമൊക്കെ മാറും. ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഇവിടുന്നുണ്ട് നേതിച്ചോറിന്റെയും പായസത്തിന്റെയും രുചി ഇനിയും പോയിട്ടില്ല. ദുബായിൽ നിന്ന് വരുമ്പോ ഞാൻ വന്ന് കാണുന്നുണ്ട്. എന്താ വേണ്ടത് വെച്ചാ പറഞ്ഞോളൂ. എനിക്കെന്താ വേണ്ടത്? വാഴനാര് കിട്ടുമോ അവിടെ? മാല കോർക്കാൻ കിട്ടുമെങ്കിൽ കുറച്ച് കൊണ്ടുവരൂ.